ഇന്ദ്രപ്രസ്ഥം വാഴുന്നോർ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് വലിയ സൂചനയാണ്. ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥികളും യുവാക്കളും സമരം ചെയ്തത് ഇന്നും ചരിത്രത്തിലെ വലിയ അധ്യായമാണ്. നമ്മുടെ മുല്ലപ്പൂ വിപ്ലവം അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. ഡൽഹിയിൽ ഒരു പാർട്ടിയും ആഹ്വാനം ചെയ്യാതെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇൻസ്റ്റഗ്രാമിലെ ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്തതിൻ്റെ പേരിൽ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഒത്തുകൂടുന്നു എന്നത് പുതിയ സംഭവമല്ല. അണ്ണാ ഹസാരെ ഇതുപോലെ ആഹ്വാനം ചെയ്യാതെ ഡൽഹിയിൽ, മുംബൈയിൽ പഴയ ബോംബെയിൽ സത്യാഗ്രഹം ഇരുന്നപ്പോൾ 2 ലക്ഷം പേരാണ് കൂടെ സത്യാഗ്രഹം ഇരുന്നത്. ബോംബെ രാംലീല മൈതാനം നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന വലിയ ജീവിച്ചിരിക്കുന്ന ബിംബമാണ് സമരം ചെയ്തത്. അതേസമയം അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിലിട്ട ഒരു പോസ്റ്റ്, ഇൻസ്റ്റഗ്രാമിലിട്ടൊരു പോസ്റ്റാണ് ഇന്ന് ആളിക്കത്തുന്നത്. അതാണ് സോഷ്യൽ മീഡിയ തരുന്ന കരുത്ത്, ശക്തി. വളരെ വലിയ ശക്തിയാണ്. അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ വലിയ കരുത്താണ് അത് നേടിയത്. സമരം നടന്നു. സമരത്തിൽ ഒരുപാട് പേർ പങ്കെടുത്തു. വാഞ്ചുവൻ പങ്കെടുത്തു. അദ്ദേഹം അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും IIT എന്നൊക്കെ പഠിച്ചിറങ്ങിയ എഞ്ചിനീയറും, എന്നിട്ട് രാജ്യത്തിന് വേണ്ടി ഒരുപാട് സൈനികർക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള വലിയ രാജ്യസ്നേഹിയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ സത്യാഗ്രഹത്തിൽ നിന്നും പോയി കിടക്കേണ്ട ആളല്ല. രാജ്യം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതെന്താണ് പ്രധാനമന്ത്രി ചെയ്യാത്തതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ആ കയ്യിൽ നിൽക്കാത്തൊരു ബ്രെയിൻ ആയിരിക്കും. എന്തായാലും അത് കഴിഞ്ഞു. അഭിജിത്ത് ദീപ്കയുടെ ആഹ്വാനപ്രകാരം 100 കണക്കിന് ആളുകളാണ് ജന്തർ മന്ദിറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലൂടെ തീവ്രവാദ ഗ്രൂപ്പുകാർ വന്നവരുണ്ട്, ആൻറ്റി നാഷണലുകാർ വന്നവരുണ്ട്, യഥാർത്ഥത്തിൽ ദേശത്തെ സ്നേഹിക്കുന്നവരുണ്ട്. എന്തായാലും വിഷയം വളരെ കത്തി. ഇന്നലെ 3 മണിക്ക് വളരെ വലിയ ലാത്തി ചാർജ് നടന്നു. അവരുടെ സ്റ്റേജെല്ലാം അടിച്ച് പൊളിച്ചു. ഗാന്ധിജിയുടെയും അംബേദ്കറിൻ്റെയും ഒക്കെ ചിത്രങ്ങളൊക്കെ പൊളിച്ച് വലിയ വാർത്ത ഇന്നലെ സൃഷ്ടിച്ചു ഡൽഹിയിൽ. അതോടുകൂടി ഇന്ന് പ്രധാനമന്ത്രി സറണ്ടർ ചെയ്തു. പ്രധാനമന്ത്രി പറഞ്ഞു, ഒരു കാരണവശാലും രാജ്യത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രൊവോക്ക് ചെയ്യരുത്, അവരുടെ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി JP നദ്ദ ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെ കാണാൻ തീരുമാനിച്ചു. അവർക്ക് ചികിത്സ കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ഇത് സമവായത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോഴും ഉയരുന്ന ചോദ്യം, നീറ്റ് പരീക്ഷയിൽ, UGC പരീക്ഷയിലുമൊക്കെ മനം നൊന്ത് 20 പേരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത്. അതിനുത്തരം ആര് പറയും എന്നൊരു ചോദ്യം. വളരെ ചെറുപ്പക്കാരാണ്, കുഞ്ഞുങ്ങളാണ്. 15, 16, 17 വയസ്സുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അതിനുത്തരം ആര് പറയും എന്നൊരു ചോദ്യം ഇന്ത്യൻ ജനതയുടെ ആത്മാവിലുണ്ട്. ശരിക്കും ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അതൊരു കൂട്ടായ്മ, ഒരു പ്ലാറ്റ്ഫോം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ്. എന്നിട്ടും അവർക്ക് ഇത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, ഓർഗനൈസ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവർ ഓർഗനൈസ് ചെയ്തിട്ടല്ല ആളുകൾ പലതും വരുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് ചെറിയ കാര്യമല്ല. സമൂഹം എന്നും ഇങ്ങനെയാണ്. നിശബ്ദമായി അവർ തിന്മയ്ക്കെതിരെ പ്രതികരിക്കും, നന്മയുടെ കൂടെ നിൽക്കും. അത് ചില സമയത്ത് തീപ്പരി പോലെ കത്തിപ്പടരും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വലിയ ചൂടാണ്. മൺസൂൺ മഴ പെയ്യേണ്ട ഈ സമയത്ത് വളരെ വലിയ ചൂടാണ്. ആ ചൂടിൽ ആളിക്കത്തുകയാണ് ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതിഷേധം. എന്തായാലും പ്രധാനമന്ത്രി അത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. JP നദ്ദയും പ്രധാനമന്ത്രി നിതിൻ ബബിനും അമിത്ഷായുമെല്ലാം ഇത് മനസ്സിലാക്കി വളരെ കൃത്യമായ സൊല്യൂഷൻസിലേക്ക് അവർ പോകുന്നു. NDA മീറ്റിങ്ങിൽ ചർച്ച വരുന്നു, പാർലമെൻറ്റിൽ ചർച്ച വരുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ ഇറങ്ങിപ്പോകുന്നു. വളരെ വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും മനോഹരമായിരിക്കുന്നു, സുന്ദരമായിരിക്കുന്നു. കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഡൽഹിയിൽ സംഭവിക്കുക വരുന്ന ദിവസങ്ങളിൽ. എന്തായാലും ചാനലുകളും പത്രങ്ങളും വലിയ വാർത്തയാണ് ഇത് സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ചില ആശങ്കകൾ നമുക്കുണ്ട്. ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ ഹരിയാനയിലുമൊക്കെ വിമത ഗ്രൂപ്പും വിഘടിത ഗ്രൂപ്പും ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് പേരുമൊക്കെ ഡൽഹി സമരത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹരമാണ്. അങ്ങനെ ഹരമുള്ള കുറച്ച് പേരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവർ സമരം ഹൈജാക്ക് ചെയ്യാതിരിക്കട്ടെ. ഇത് വിദ്യാർത്ഥി സമരമാണെങ്കിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യട്ടെ. അതിൻ്റെ അനുബന്ധമായി മുതിർന്നവരും രക്ഷാകർത്താക്കളും അനുബന്ധ സഹായികളായി നിൽക്കാം. അതിനപ്പുറം കലാപമുണ്ടാക്കാനുള്ള ശ്രമം ശരിയല്ല.
അത് വളരെ കൃത്യമായി ഡൽഹിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ല, ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും നിരപരാധികളായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ലാത്തിയുടെ തല്ല് കിട്ടുന്നത് നമുക്ക് പൊറുക്കാവുന്നതല്ല. ഒരു കാരണവശാലും അവരുടെ സമരപ്പന്തൽ അടിച്ചു പൊളിച്ചത് ന്യായീകരിക്കാവുന്ന കാര്യവുമല്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം സമരം ചെയ്യുന്നത് വ്യവസ്ഥിതിക്കെതിരാണ്, വ്യവസ്ഥകൾക്കെതിരാണ്, വ്യക്തികൾക്കോ പാർട്ടികൾക്കോ എതിരല്ല എന്നുള്ള വിശാലമായ ജനാധിപത്യ ബോധം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് വീണ്ടെടുക്കുമ്പോഴാണ് ഇന്ത്യയിൽ ജനാധിപത്യം വാഴുന്നത്. അല്ലാതെ അത് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ എടുത്താൽ തീർച്ചയായിട്ടും ജനാധിപത്യത്തിനൊരു സൗന്ദര്യമുണ്ടാകില്ല. അതുകൊണ്ട് ഡിസെൻ്റ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ എതിർത്ത് പറയുന്നതാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതുകൊണ്ട് തന്നെ ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാകട്ടെ. അവർ ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ ലളിതമാണ്. ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.